ഒരു പാവം ഡോണിന്റെ ലോൺലിനെസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആവേശം എന്ന സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഫഹദിന്റെ അഭിനയത്തോടുള്ള ആവേശം കണ്ട് ഞെട്ടിപ്പോയി. ഫഹദിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു വിമർശനം എല്ലാ സിനിമയിലും അഭിനയം ഒരുപോലെയൊക്കെ തന്നെയാണ്. സൈക്കോ റോളുകൾ നന്നാക്കും, കോമഡി വന്നാൽ ഓവറാക്കും എന്നൊക്കെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഫഹദ് ഒരു ഗംഭീര നടനാണ് എന്ന് മുമ്പ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടും ഇൻഹിബിഷൻ ഇല്ലാത്ത ഒരു അഴിഞ്ഞാട്ടം നടത്തി സ്വയം റീഇൻവെന്റ് ചെയ്ത ഒരു സിനിമയാണ് ആവേശം. ആവേശം എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ആവേശത്തിന്റെ മെയിൻ പ്ലസ് പോയിന്റ്സ് ഫഹദിന്റെ പെർഫോമൻസ്, കോമഡി, ആക്ഷൻ എന്നിവയാണ്. തിരക്കഥ അത്ര ഗംഭീരമാണെന്ന് അഭിപ്രായമില്ല. തിരക്കഥയിൽ എവിടെയോ എത്തുമ്പോൾ ചെറുതായി ഒന്ന് ഡ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ മറച്ചു വെക്കുന്നത് നേരത്തെ പറഞ്ഞ പെർഫോമൻസ്, കോമഡി, ആക്ഷൻ എന്നിവ കൊണ്ടാണ്. ഈ സിനിമയിലെ ഫഹദിന്റെ ലാംഗ്വേജ്, ശരീരം, കോസ്റ്റ്യൂം ഈ മൂന്നുമാണ് ഒറ്റ നോട്ടത്തിൽ ആ കഥാപാത്രത്തിനെ ഡിഫൈൻ ചെയ്യുന്ന സംഗതികൾ. കന്നഡയും മലയാളവും കലർന്ന ഭാഷ, മെലിഞ്ഞ ശരീരം, വെള്ള വസ്ത്രവും ആഭരണങ്ങളും ഇതൊക്കെ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ആ ഡോൺ രൂപത്തിൽ ഫഹദ് ആറാടുകയായിരുന്നു. വേഷം കൊണ്ടും ഭാഷാ ശൈലി കൊണ്ടും വേറിട്ട് നിന്ന മറ്റൊരു ഐക്കോണിക് കഥാപാത്രം രാജമാണിക്യത്തിലെ മമ്മൂട്ടിയുടേതാണ്. കോമഡിയാണോ തള്ളാണോ അതോ മാസാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭൂതകാലം, അതിന്റെ നരേഷൻ, ഇതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം കോമഡി ചെയ്യുമ്പോഴും ആക്ഷൻ ചെയ്യുമ്പോഴും പ്രേക്ഷകർക്ക് ആവേശം തോന്നും. നമ്മുടെ സിനിമകളിൽ പൊതുവെ അഭിനേതാവിന്റെ മുഖത്തിനും അവിടെ വരുന്ന എക്സ്പ്രഷനുമാണ് പ്രാധാന്യം കൊടുക്കാറ്. ശരീരം കൊണ്ടുകൂടി എങ്ങനെ ഒരു കഥാപാത്രമായി മാറാം എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് രംഗ എന്ന കഥാപാത്രം. ആ ഡാൻസ് കളിക്കുന്ന സീൻ, നടക്കുന്ന സീൻ, അവസാനത്തെ ഫൈറ്റ് സീൻ, അതിനുശേഷമുള്ള കുട്ടികളുമായുള്ള കോൺഫ്രണ്ടേഷൻ, അവിടെയൊക്കെ പൂർണ്ണമായും ശരീരം കൊണ്ടുകൂടി ഒരു കഥാപാത്രമാകുന്നതിന്റെ പൂർണ്ണത രംഗയിൽ കാണാൻ കഴിയും. ആവേശം ഇത്ര ഗംഭീരമായി പ്രേക്ഷകർക്ക് തോന്നുന്നതിന്റെ ഒരു കാരണവും ഇതാണ്. രംഗണ്ണന്റെ ലോൺലിനെസ്, സങ്കടമൊക്കെ സിനിമയിൽ കാണിക്കുന്നത് നല്ല രസമായിട്ടാണ്. രംഗണ്ണൻ ഒറ്റ മോനാണ്, അതുകൊണ്ട് ബന്ധുവിനെ സ്വന്തം ചേട്ടനായാണ് കരുതിയത് എന്ന് വലം കൈയായ അമ്പാൻ പറയുന്ന ഒരു രംഗമുണ്ട്. രംഗണ്ണന് കോളേജ് കുട്ടികളായ ആ 3 പേരോടും ഇത്ര ഒബ്സഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണവും ഇതായിരിക്കാം. ഏട്ടൻ അമ്മ എന്നതൊക്കെ വലിയ വീക്ക്നെസ് ആണ് ഈ പാവം ഡോണിന്. സിനിമയിലെ കോമഡി സീനുകളെല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും വെറൈറ്റി കോമഡികൾ. പ്രത്യേകിച്ച് ഡംഷറാഡ്സിലെ ചോട്ടാ മുംബൈയും രംഗണ്ണന്റെ ഇൻസ്റ്റാഗ്രാം റീൽസും എല്ലാം പൊളി. ഈ കാലഘട്ടത്തിന്റെ പൾസ് മനസ്സിലാക്കിയ ഡോൺ ആണ് രംഗ. അതുകൊണ്ടാണല്ലോ ക്ലൈമാക്സിലെ ഇമോഷണൽ രംഗത്ത് പോലും ഇൻസ്റ്റാഗ്രാമിൽ പോലും എന്നെ ആരും ലൈക്ക് അടിക്കാറില്ല എന്ന് വിഷമത്തോടെ രംഗ പറയുന്നത്. ചുരുക്കത്തിൽ രംഗചേട്ടൻ ഒരു ഐക്കോണിക് കഥാപാത്രമാകാനുള്ള എല്ലാ സ്കോപ്പുമുണ്ട്. രംഗ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം അമ്പാനാണ്. അമ്പാന്റെ എക്സ്പ്രഷനും കോമഡിയും കോസ്റ്റ്യൂമും എല്ലാം കൊള്ളാമായിരുന്നു. രോമാഞ്ചം കണ്ടപ്പോഴേ ഇദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലായതാണ്. സിനിമയിലെ 3 കോളേജ് പിള്ളേരും അവരുടെ വില്ലനായി എത്തുന്ന കുട്ടേട്ടനും ഒക്കെ കൊള്ളാം. എടുത്തു പറയേണ്ടത് ശാന്തനായി അഭിനയിച്ച റോഷൻ ഷാനവാസിന്റെ അഭിനയമാണ്. നല്ല എഫേർട്ട്ലെസ് ആയ കോമഡി ആയിരുന്നു. പ്ലസ് 2 കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴേക്കും ഇവന്മാരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് കുടിയന്മാരും വലിയന്മാരുമായത് എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. ഇതാണോ ന്യൂ ജനറേഷൻ യാഥാർത്ഥ്യം? അങ്ങനെയാണെങ്കിൽ സംഗതി അത്ര നല്ല പോക്കല്ല. പേരൻസ് ഇത് കണ്ട് ആശങ്കപ്പെട്ടാൽ കുറ്റം പറയാൻ കഴിയില്ല. മോൻ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുന്ന അമ്മ കഥാപാത്രം മനസ്സിൽ തങ്ങി നിന്നു. ഇനി ഫൈറ്റിലേക്ക് വന്നാൽ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിലെല്ലാം രംഗ ചെയ്ത വീരസാഹസിക കൃത്യങ്ങൾ അമ്പാൻ വർണ്ണിക്കുമ്പോൾ ഫൈറ്റിന്റെ വക്കത്ത് കൊണ്ടുപോയി തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്, ഫൈറ്റ് കാണിക്കില്ല. തുടർന്ന് രംഗ ഫൈറ്റ് ചെയ്യാത്തതിന്റെ കാരണവും കൂടെ കേൾക്കുമ്പോൾ ഇത് തല്ലാൻ ആളെ വെക്കുന്ന ഒരു ഡോണാണ്, തല്ലാനുള്ള ഒരു ഇതില്ല എന്ന് തോന്നിപ്പോവുകയും ആ ഒരു സംഭവം മനസ്സിൽ ഉറപ്പിച്ച് കോമഡിയായി ആസ്വദിക്കുകയും ചെയ്യുമ്പോഴാണ് രംഗയുടെ നല്ല അടിപൊളി ഫൈറ്റ് സീൻ വരുന്നത്. ഫൈറ്റ് സീനിൽ രംഗ ഓടി വരുന്ന സീൻ, ചാടി വീഴുന്ന സീൻ, ഇതൊക്കെ നല്ല ആവേശത്തോടെ കണ്ടിരിക്കാൻ പറ്റി. പ്രത്യേകിച്ച് ആ മൂവിംഗ് സീൻ, ഫ്ലാഷ് ബാക്കിലെ രംഗയുടെ കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ അതും തകർത്തു. ഒരു ഹോളിവുഡ് സ്റ്റൈൽ വന്നിട്ടുണ്ട് അവിടെ. ഫൈറ്റിന്റെ കാര്യത്തിൽ നഞ്ചപ്പയും അമ്പാനും ബ്രൂസ്ലിയും ജാക്കിയും ഒന്നും ഒട്ടു പുറകിലല്ല. എല്ലാവരും ഒരേ തകർക്കലാണ്. ആരെയും ചുമ്മാ വാലാക്കി കളയുകയോ അല്ലെങ്കിൽ വെറും ഗുണ്ടകളാക്കി കളയുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അതിപ്പോ 3 കോളേജ് പിള്ളേരായാലും അങ്ങനെ തന്നെ. 3 പേരും ഇമ്പോർട്ടന്റ് ആണ്. ആവേശത്തിലെ പാട്ടുകളെല്ലാം വെറൈറ്റി ആയിരുന്നു. പാട്ട് സീനുകളും കൊള്ളാം. ഡോൺ സിനിമകളിലെ ചില മാസ് സംഭവങ്ങൾ സ്പൂഫ് പോലെ കാണിച്ചതും അപ്പോഴുള്ള ക്യാമറ വർക്കും ഒക്കെ നല്ലതായിരുന്നു. ഉദാഹരണത്തിന് ബന്ധുവിനെ കൊന്നു കുഴിച്ചു മൂടി ചുമരിൽ ചുവന്ന പെയിന്റ് അടിച്ച് അലറുന്ന സീനൊക്കെ, ഫ്ലാഷ് ബാക്കിലുള്ള ഫഹദിന്റെ കരയുന്ന മുഖം, പിന്നീട് കാണിക്കുന്ന ആ വിഷ്വൽ, ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഈ സിനിമയുടെ മൂഡിന് ചേരുന്ന രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കഥ അങ്ങ് പറയുക എന്ന നമ്മുടെ കാലങ്ങളായുള്ള സിനിമാ രീതി വിട്ട് ഒരു കഥയെ വ്യത്യസ്തമായ മൂഡിൽ എങ്ങനെയൊക്കെ കാണിച്ചു തരാം എന്ന് കാണിക്കുന്നതിലേക്ക് നമ്മുടെ സിനിമ എത്തിയിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ആവേശവും. കോളേജിൽ റാഗിംഗ് കാരണം പൊറുതിമുട്ടുന്ന 3 കുട്ടികൾ, അവരോട് എന്തോ ഒരു അടുപ്പം തോന്നുന്ന ഗുണ്ടയുടെ സംരക്ഷണം, പിന്നീട് തങ്ങൾക്ക് തന്നെ പ്രശ്നമാകുന്നു എന്ന് തിരിച്ചറിയുന്ന കുട്ടികൾ, ഒടുവിലെല്ലാം കോംപ്ലിമെന്റ് ആക്കൽ. ഈ ഒരു തീമിനെ രംഗ എന്നൊരു എക്സ്ട്രീം ക്യാരക്ടറിലൂടെ രസകരമായ ഒരു എന്റർടൈനർ ആക്കി മാറ്റാൻ കഴിഞ്ഞതാണ് ആവേശം എന്ന സിനിമയുടെ വിജയം. ഫഹദ് അല്ലെങ്കിൽ പിന്നെ ആര് ഈ റോൾ ചെയ്യും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഫഹദിന്റെ കഴിവ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നാൽ കുറച്ച് മാസ് കൂട്ടിയെടുത്ത വെറും തട്ടിക്കൂട്ട് സിനിമയല്ല എന്ന് ടെക്നിക്കൽ ബ്രില്യൻസിലൂടെ തെളിയിക്കുന്നുണ്ട് ആവേശം. BGM, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി എല്ലാം കൊണ്ടും ഗംഭീരമാകുന്നുണ്ട് സിനിമ. ക്രാഫ്റ്റ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു എന്റർടൈനർ ആണ് ആവേശം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ റെയർ ആണ്. അപ്പൊ എന്താണ് ആവേശം എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.